ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപുരം നിർമ്മിച്ച് ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആശകൾ 1000. ജയറാം, കാളിദാസ് ജയറാം, ആശാ ശരത്ത്, ഷറഫുദ്ദീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 12 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5,81,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 12 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 9,04,00,000 രൂപയുമാണ്. 13-ാം ദിവസം എന്ന ബുധനാഴ്ചയിലെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ 6 കോടിക്കടുത്ത് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 9,25,00,000 റേഞ്ചിലുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5-ന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് കളങ്കാവൽ. ഈ സിനിമയുടെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഫൈനൽ ക്ലോസിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തത് 37,51,00,000 രൂപയാണ്. കർണാടകയിൽ നിന്ന് 3,04,00,000, തമിഴ്നാട് കളക്ഷനായി 2,69,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 45 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1,03,00,000 എന്നിങ്ങനെ ഫൈനൽ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 44,72,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $4.29 മില്യൺ, $38,65,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കളങ്കാവൽ ലോകമെമ്പാടുമായി ഫൈനൽ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 83,37,00,000 രൂപയാണ്. നിലവിൽ കേരളത്തിൽ അത്യാവശ്യം മികച്ച ഹോളുകളിലെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമ പ്രകമ്പനം ആണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30-ന് തിയേറ്ററെടുത്ത ഈ സിനിമയിൽ സാഗർ സൂര്യ, അല്ലമീൻ, ഗണപതി, മല്ലിക സുകുമാരൻ, അസീസ് നിർമ്മങ്ങാട് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 19-ാം ദിവസം എന്ന ചൊവ്വാഴ്ച കേരളത്തിൽ 23,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 12,55,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 20-ാം ദിവസം എന്ന ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് 12,75,00,000 റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 19,50,00,000 റേഞ്ചിലാണ്. ജനുവരി 30-ന് തിയേറ്ററിലെ മറ്റൊരു മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ബിജുമേനോൻ, ജോജു ജോർജ്, ലെന എന്നിങ്ങനെ താരതമ്യമായി ജീത്തു ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമ 19-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,20,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. നിലവിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ 5,82,00,000 രൂപയാണ്. 20-ാം ദിവസം എന്ന ബുധനാഴ്ചയും 2 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9,50,00,000 മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അനോമി. ഈ സിനിമ അത്യാവശ്യം മികച്ച ഹോളുകളിലെത്തി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 10,45,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2,42,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് 12-15 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ 2,55,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,30,00,000 റേഞ്ചിലുമാണ്. ഇന്ദ്രൻസ് നായകനായി ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 5 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആശാൻ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 13 ദിവസം കൊണ്ട് കേരളത്തിൽ 1,39,00,000 രൂപ കളക്ട് ചെയ്യുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 1,41,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1,96,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13-ന് തിയേറ്ററിലെത്തിയ പെണ്ണും പൊറോട്ടും എന്ന സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഈ സിനിമ 48,50,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,30,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ 49,80,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിശാൽ ഭരദ്വാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13-ന് തിയേറ്ററിലെ ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. ചിത്രത്തിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദ്രിമി, നാന പട്ടേക്കർ, അവിനാശ് തിവാരി, തമന്ന ഭാട്ടിയ, ദിഷ പട്ടാണി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 48,10,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $1.68 മില്യൺ, $15,25,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 5 ദിവസം കൊണ്ട് 63,35,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. പൊങ്കൽ റിലീസായി ജനുവരി 12-ന് തിയേറ്ററിലെത്തി ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് മന ശങ്കരവര പ്രസാദ് ഗാരു. ചിരഞ്ജീവി, വെങ്കടേഷ്, നയൻതാര എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ അനിൽ രവിപുടിയാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. ഈ സിനിമയുടെ 37 ദിവസത്തെ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 231,35,00,000, കർണാടകയിൽ നിന്ന് 22,81,00,000, തമിഴ്നാട് കളക്ഷനായി 3,11,00,000, കേരളത്തിൽ 11 ലക്ഷം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 3,34,00,000 എന്നിങ്ങനെ 260,72,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് $4.73 മില്യൺ, അതായത് $42,98,00,000 രൂപ. അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 303,70,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.